നമ്മളിപ്പോ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന്റെ ഹിസ്റ്ററി പൊളിറ്റി സിവിക്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻസിലേക്കാണ് കിടക്കുന്നത്. നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ എക്സാമിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടു കാണും. എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി പോർഷനിൽ നിന്നും ഒരു വലിയ ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഒരു പൊതുവായ പ്രശ്നം എന്ന് പറയുന്നത് ടൈം കിട്ടിയില്ല എന്നതാണ് കോമൺ കൺസേൺ ആയിട്ട് വന്നത്. എന്നിരുന്നാലും നമുക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് കുറച്ച് ഫാക്ച്വലായിട്ടും ലോജിക്കലായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഉള്ളത്. അത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇത് സെറ്റ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൾഡ് വാറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോൾഡ് വാറിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. ഫസ്റ്റ് വേൾഡ് വാർ 1914 മുതൽ 19 വരെ ഫസ്റ്റ് വേൾഡ് വാർ നടന്നു. ശേഷം സെക്കൻഡ് വേൾഡ് വാർ 39 മുതൽ 45 വരെ സെക്കൻഡ് കോൾഡ് വാർ നടക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പം ഇതിനു ശേഷം ലോകത്ത് പ്രധാനമായും രണ്ട് ശക്തികൾ ഉയർന്നു വരികയും അവർ തമ്മില് പൊതുവെ നോക്കുമ്പോൾ വലിയ യുദ്ധമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഡിപ്ലോമാറ്റിക് യുദ്ധങ്ങളെയാണ് നമ്മൾ ആ സമയത്ത് കോൾഡ് വാർ അഥവാ ശീതയുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് കോൾഡ് വാറിന്റെ സമയത്ത് തന്നിരിക്കുന്നതെന്നാണ്. നമുക്ക് കോൾഡ് വാർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 മുതൽ 1945 മുതൽ ഏകദേശം സോവിയറ്റ് യൂണിയന്റെ തകർച്ച വരെ 91 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമയമാണ് കോൾഡ് വാർ ഇറ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ മുഴുവൻ സമയത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നത് ഒരു ആസ്പെക്ട് സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത് കുറച്ച് ട്രിക്കിയായ രീതിയിലാണ്. ഇതിനകത്ത് ഈ പേൾ ഹാർബർ ആക്രമണം അത് നമുക്ക് കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ പേൾ ഹാർബർ ആക്രമണം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് അമേരിക്ക എത്തിച്ചേരാനുണ്ടായ ഒരു കാരണങ്ങളിൽ ഒന്നായി നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഈ പേൾ ഹാർബർ ആക്രമണം. ജപ്പാനും അമേരിക്കയുമായി ബന്ധപ്പെട്ട് അവസാനം ആറ്റം ബോംബ് ഹിരോഷിമയും നാഗസാക്കിയിലും അടക്കം ആറ്റം ബോംബുകൾ ഇടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത് ഈ പേൾ ഹാർബർ ആക്രമണമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകൾക്കകത്തൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നും രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, സെക്കൻഡ് വേൾഡ് വാർ എന്നത് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടാണ് പേൾ ഹാർബർ ആക്രമണം എന്ന് കാണുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. ഓക്കെ, പിന്നീടുള്ളത് ഈ മ്യൂണിക്ക് സമ്മേളനമാണ്. ഈ മ്യൂണിക്ക് സമ്മേളനം നടക്കുന്നത് നമുക്ക് സുഡൻലാൻഡ് ക്രൈസിസ് എന്ന് പറയുന്ന 1938 നമുക്ക് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിക്കകത്ത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ സുഡൻലാൻഡ് ക്രൈസിസ്. ഹിറ്റ്ലർ സുഡൻലാൻഡ് ആക്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും ഒരു മ്യൂണിച്ച് പാക്ട് ഒക്കെ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് 1938. അപ്പൊ നമുക്ക് അതും കൂടെ ഒഴിവാക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇപ്പൊ മ്യൂണിക്ക് ലാൻഡ് സമ്മേളനം 1938 ആണെന്ന് കിട്ടണം. പേൾ ഹാർബർ ആക്രമണം അത് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടാണെന്ന് കിട്ടിയാൽ ബാക്കി 1, 3, 4 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് ഇറയിലാണ് ഈ കോൾഡ് വാർ നടക്കുന്നത്. അപ്പൊ കോൾഡ് വാറിന്റെ എന്തൊക്കെയാണെന്നുള്ള കാരണങ്ങൾ വെച്ച് ഉത്തരത്തിലേക്ക് എത്തുക കുറച്ച് ടഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തിയത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ മുഗൾ സമയത്തിലാണ്. നമ്മുടെ മെഡീവൽ ഇന്ത്യക്കകത്ത് നമ്മൾ നന്നായി പഠിക്കുന്നതാണ്, ഹിസ്റ്ററിക്കകത്ത് കുറെ ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മുഗൾ. അപ്പൊ മുഗളിനകത്ത് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് ബേസിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, നമുക്ക് സാധാരണ നിലയിൽ ഒരു PSC ആസ്പിറന്റ് പഠിച്ചിരിക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് ഫത്തേപൂർ സിക്രിയാണ്. നമുക്കറിയാം ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഷാജഹാനുമായി ബന്ധപ്പെട്ടല്ല, അക്ബറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫത്തേപൂർ സിക്രി കേൾക്കുന്നത്. അപ്പം ഫത്തേപൂർ സിക്രിയിലെ
കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫത്തേപൂർ സിക്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് അക്ബറാണ്. അക്ബറിന്റെ സമയത്ത് ദിന്നിലാഹിയും ദിവാനി ആം, ദിവാനി കാസ് മുതലായുള്ള നിരവധിയായ കെട്ടിടങ്ങളും ഫത്തേപൂർ സിക്രിയിലേക്ക് അദ്ദേഹം ക്യാപിറ്റൽ അടക്കം ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതൊക്കെയാണ്. ഷാജഹാൻ അല്ല, അക്ബർ ആണെന്ന് നമുക്ക് കിട്ടണം. രണ്ടാമത്, ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ടിലേക്കുള്ള ഉയർന്ന കവാടമാണ് ബുലന്ദ് ദർവാസ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ബുലന്ദ് ദർവാസയെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് തന്നെ നിർമ്മിച്ചതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. അത് ചെങ്കോട്ടയിലേക്കല്ല, ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഫത്തേപൂർ സിക്രിയിലേക്ക് തന്നെ ആണ് എന്നുള്ളത് കിട്ടണം. ചെങ്കോട്ടയിലേക്ക് നമ്മൾ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഡൽഹി ചെങ്കോട്ടയിലേക്ക് കയറി ചെല്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് കവാടങ്ങളോ മറ്റേ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നതാണ്, അങ്ങനെ പ്രത്യേകിച്ച് കവാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെങ്കോട്ടയിലേക്കില്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ് എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും മുഗൾ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഷാജഹാന്റെയും അക്ബറിന്റെയും ആർക്കിടെക്ചറാണ്. നമുക്ക് ലോജിക്കലി ഇതിനെ എടുക്കാൻ പറ്റും. ഈ ജഹാംഗീർ എന്ന് പറയുന്ന മനുഷ്യൻ മുഗൾ സമയത്ത് കൂടുതൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജഹാംഗീറിന്റെ അങ്ങനെ ആർക്കിടെക്ചർ കോൺട്രിബ്യൂഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. ഈ മോത്തി മസ്ജിദ് എന്ന് പറയുന്നത് ഷാജഹാന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഉത്തരം ഡി ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങൾ. അതായത് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് ഈ താഴെ തന്നിട്ടുള്ളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭാഗമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ നോട്ട് കറക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. ഏതാണ് ഭാഗമല്ലാത്തതാണോ ഭാഗമായതാണോ നോക്കി ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും പരിശോധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ. ഓക്കെ, നമുക്ക് ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാനിനെ തന്നെ നമുക്ക് മൗണ്ട് ബാറ്റൻ പ്ലാനുമൊക്കെ ബന്ധപ്പെടുത്തിയാണ് വായിക്കേണ്ടത്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അതെ, നമുക്കത് ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് വിട്ടത് തന്നെ ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കാനെ കൊണ്ടാണ്. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലി ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ, ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ട് ക്ലെമന്റ് ആറ്റ്ലി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് വിടുന്നു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ആ സ്റ്റേറ്റ്മെന്റിനെ ശരിയെടുക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കൗണ്ടറിംഗ് പോസിബിലിറ്റി ഒന്നും തന്നെ ഇല്ല. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ കണ്ട് നമുക്ക് അതിനെ ശരിയെടുക്കാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മലയാളം വായിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് നമുക്ക് കറക്റ്റ് എടുക്കാൻ കഴിയുന്നില്ല. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചത്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് മലയാളം വായിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് കൂടെ ജസ്റ്റ് നോക്കുക, മലയാളത്തിൽ കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ്. അങ്ങനെ ഒരു ഗവർണർ ജനറൽ ഈ പറയുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പറയുന്ന സി രാജഗോപാലാചാരി ഗവർണർ ജനറലായിട്ട് മാറുന്ന അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്ററിക്കകത്ത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പോസിബിലിറ്റി ശരിയാക്കി എടുത്താൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കുക. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമീനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. അവിടെയാണ് കൗണ്ടറിംഗ് പോസിബിലിറ്റി. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലത്. നിർബന്ധിച്ചു എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ആണ്. അങ്ങനെ നിർബന്ധിക്കാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്ന സമയത്ത് ഇവരുടെ എപ്പോഴും ഒരു പോളിസി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. ആ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ ഉള്ള രാജ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അവിടെ അവർ പറഞ്ഞു വെച്ചിരുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് പറഞ്ഞു വെച്ചിരുന്നു, ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരേണ്ടവർ പാകിസ്ഥാനിൽ ചേരാം, ഏതെങ്കിലും പ്രിൻസിലി സ്റ്റേറ്റ്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാമെന്നും ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർബന്ധിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 and 4.
ഓക്കെ. ഓക്കെ, സോറി. ഇത് ഭാഗമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഭാഗമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭാഗമല്ലാത്തത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നതിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കാരണം ഈ വർഷം 2025 സംബന്ധിച്ച് നമുക്ക് എല്ലാ പരീക്ഷകൾക്കകത്തും വൈക്കം സത്യാഗ്രഹം ഒരു പ്രധാന കണ്ടന്റായി വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നിരന്തരം പറയുന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, കേരള ചീഫ് മിനിസ്റ്റർ അടക്കമുള്ളവർ ഇവിടെ വന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഗാന്ധിജി അടക്കം ഇന്ത്യയിലേക്ക് ആ സമയത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതിന്റെ 100ാം വാർഷികം ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്കും വൈക്കം സത്യാഗ്രഹം ഒരു റിലവന്റ് സബ്ജക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം കൃത്യമായിട്ട് എല്ലാവരും നോക്കി പോകണം. ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും അതിലെ നേതാക്കന്മാർ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ എന്ന് പറയുന്നത് ഈ TK മാധവൻ, KP കേശവൻ മേനോൻ, മന്നത്ത് പത്മനാഭൻ. ഈ മന്നത്ത് പത്മനാഭനെയൊക്കെ നമുക്കറിയാം, ഈ സവർണ ജാഥയൊക്കെ നയിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇപ്പൊ ഈ മൂന്ന് പേരെ നമുക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളാണ്, നമ്മളെപ്പോഴും പഠിക്കുന്ന ആളുകളാണ്. പിന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അഥവാ പരമേശ്വരൻ പിള്ള എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ CV കുഞ്ഞിരാമൻ. അപ്പൊ ഇവർ മൂന്ന് പേരും കൃത്യമായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഈ ഓപ്ഷൻ ഒഴിവാക്കാം, ഈ ഓപ്ഷൻ ഒഴിവാക്കാം. കാരണം മൂന്ന് പേരും ഇല്ലാത്ത. പിന്നെ ഉള്ളത് എയും ഡിയുമാണ്. അപ്പൊ നമുക്ക് അറിയാത്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അറിയാവുന്ന മൂന്ന് ഓപ്ഷനും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ 50-50യിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നിന്നും നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് അറിയാത്ത രണ്ട് ഓപ്ഷനാണ്. വൈക്കം സത്യാഗ്രഹം പോലുള്ള വലിയൊരു സമരമാണെങ്കിൽ നമുക്കറിയാത്ത ഓപ്ഷനെ പോസിറ്റീവ് അപ്രോച്ചിലേക്ക് എടുക്കുക, അങ്ങനെ ഓപ്ഷൻ ഡിയിലേക്ക് എത്തിക്കുക കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ 5 പേരെയും കൃത്യമായും ഇതിന്റെ നേതാക്കന്മാരാണെന്ന് പഠിച്ചു വെക്കുന്നവർക്ക് മാത്രമേ ഉത്തരം പെട്ടെന്ന് എത്തത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവരെല്ലാവരും ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റഷ്യൻ റവല്യൂഷനെ ബന്ധപ്പെട്ടാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററിക്കകത്തെ 2ാമത്തെ ചോദ്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയെടുക്കാം. അപ്പം സോവിയറ്റ് എന്ന് പറയുന്നത് 1905 രൂപീകരിക്കപ്പെടുന്ന ഈ പറയുന്ന പണിമുടക്കുകളെ പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി, തൊഴിലാളി ഇൻഡസ്ട്രിയിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി രൂപീകരിക്കുന്ന ഒരു ചെറിയ സംഘമാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. 1905 റഷ്യക്കകത്ത് സോവിയറ്റ് രൂപീകരിക്കപ്പെടുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാം. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല. എന്നതാണ് സോവിയറ്റുകളുടെ ലക്ഷ്യം. അവർ ആ എടുക്കുന്ന സമയത്ത്, അവർ ആ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഈ രാജ്യത്തിനകത്ത് ഒരു സോഷ്യലിസം സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സോഷ്യലിസ്റ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ലേബർ ഭരണം ഈ നാട്ടിൽ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന ബോൾഷെവിക്കുകൾ അവരുടെ ഏപ്രിൽ തീസിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ഏപ്രിൽ തീസിസ് ഒക്കെ പറയുന്നത് സോഷ്യലിസ്റ്റുകളുടെ കയ്യിലേക്ക് ഭരണം എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർക്ക് ആത്യന്തികമായിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് തെറ്റാണ്. സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല എന്നതാണ്. അങ്ങനെയല്ല സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റെടുക്കണം. ഓക്കെ, 3ാമത്തതിനകത്ത് ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞ പോലെ ഏപ്രിൽ തീസിസിനകത്ത് ആദ്യം തന്നെ പറയുന്നത് റഷ്യക്കകത്ത് സോവിയറ്റുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കർഷകന് കാർഷിക ഭൂമി സ്വന്തമായി കിട്ടണം. ഏപ്രിൽ തീസിസ് ലെനിൻ പ്രധാനമായും അവതരിപ്പിക്കുന്ന ഏപ്രിൽ തീസിസിനകത്ത് 1ാമത്തെ പോയിന്റായി കൊടുത്തിട്ടുള്ളത് കർഷകർക്ക് കാർഷിക ഭൂമി സ്വന്തമായി കിട്ടണം എന്നുള്ളതാണ്.
അത് തന്നെയാണ് ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് എടുക്കണം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം. അതെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാജാവ് യുദ്ധം ചെയ്യാൻ പോകുന്നതും നമ്മളുടെക്ക് ഭയങ്കര ഫേമസ് ആയ ഒരു ഡാൻസ് ഒക്കെ നമ്മൾ കേരളത്തിനകത്ത് കണ്ടിട്ടുണ്ട്. രണ്ട് ഡോക്ടർ റാസ്പുട്ടിന്റെ റാസ്പുട്ടിനുമായി ബന്ധപ്പെട്ട കഥയൊക്കെ ഈ റോമനോവ് രാജവംശവുമായി ബന്ധപ്പെട്ടാണ്. ഈ രാജാവ് യുദ്ധത്തിന് പോയ സമയത്താണ് ഈ റാസ്പുട്ടിനൊക്കെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നതും അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഓക്കെ, ഉത്തരം സി ആണ്. അഞ്ചിന്റെ ഉത്തരം സി ആണ്. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയെ പറ്റിയാണ്. കേരളത്തിന്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സുകളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫാത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് രണ്ട് ഫാക്ച്വൽ കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണോ തുഫാത്തുൽ മുജാഹിദീൻ എന്ന ബുക്കിൽ രചിച്ചിട്ടുള്ളത്, അതൊരു രാഷ്ട്രീയ ചരിത്രമാണോ എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേരള ഹിസ്റ്ററിക്കകത്ത് പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്. പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട ആ സമയത്തുള്ള രാഷ്ട്രീയ ചരിത്രം വിവരിക്കുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന തുഫാത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്ക്. അത് ഷെയ്ഖ് സൈനുദ്ദീൻ തന്നെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എല്ലാവർക്കും സംശയം വരാം, ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണോ കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം? അത് നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലല്ല കേരളത്തെ പറ്റി ആദ്യമായിട്ട് പറയുന്നത്. അത് ഐതരേണീയ ആരണ്യകം എന്ന് പറയുന്ന ഐതരേയ ആരണ്യകം എന്ന് പറയുന്ന ആ ടെക്സ്റ്റിനകത്താണ് കേരളത്തെ പറ്റിയുള്ള വിവരങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് കൗടില്യന്റെ അർത്ഥശാസ്ത്രം പറയുന്നത് നമ്മൾ BC രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെയാണ് ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രം. BC മൗര്യന്മാരുടെ കഥയൊക്കെ, ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലേക്ക് വരുന്നതിന്റെ കഥയൊക്കെയാണ് ഈ പറയുന്ന കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അത് കേരളത്തെ പറ്റിയുള്ള വിവരണങ്ങൾക്കകത്ത് ഐതരേയ ആരണ്യകമാണ് ആദ്യമായി കേരളത്തിന്റെ ചരിത്രം പറഞ്ഞു വെക്കുന്ന കൃതി. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാന്റ് അനുവദിച്ചതായി ക്ഷേത്രരേഖകൾ തെളിയിക്കുന്നു. അത് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്നും പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. നമുക്ക് ലോജിക്കലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ഒരു സമയത്ത് മലബാർ എന്ന് പറയുന്ന പ്രദേശം ടിപ്പു സുൽത്താന്റെ കയ്യിലാണ്. ഇപ്പം നമ്മള് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം ടിപ്പു സുൽത്താന്റെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ്. ആ സ്ഥലത്ത് നമ്മൾ ടിപ്പു സുൽത്താൻ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇപ്പം ഗണപതി വട്ടമാക്കി മാറ്റണം എന്നൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ടിപ്പു സുൽത്താന്റെ ആയുധപുരയായിട്ടാണ് നമ്മൾ മലബാറിനെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലബാർ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ ശരിയായിട്ട് എടുക്കണം. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോപോളയും നിക്കോളോ കോണ്ടിയും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണിത്. കാരണം ഈ പറയുന്ന 14-ാം നൂറ്റാണ്ടില് മാർക്കോപോള കുറച്ചുകൂടെ നേരത്തെയാണ്. മാർക്കോപോളോ വരുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് കാക്കാത്തിയ ഡൈനാസ്റ്റിയിലൊക്കെയാണ്. നിക്കോളോ കോണ്ടി വരുന്നത് വിജയനഗര, ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വിജയനഗരയുടെ സദസ്സിലേക്കാണ് നിക്കോളോ കോണ്ടി വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ സ്പാനിഷ് സഞ്ചാരി അല്ല മാർക്കോപോളോ, അദ്ദേഹം ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ്. ആ ഇറ്റാലിയൻ സഞ്ചാരിയാണ് മാർക്കോപോളോ എന്ന് അറിയാവുന്നവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ഫാക്ച്വലായി അറിയാവുന്നവർക്ക് ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പാനിഷ് സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റുള്ളത്, 2ഉം 4ഉം. ഓക്കെ, അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി?
ഓക്കെ, ഇത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണ്. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ആ സമയം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്, ആ സമയത്ത് തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം, ഇപ്പം അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെയാണ്. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഗാന്ധിജി ആ സമയത്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ സമയത്ത് അത്തരത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നു കൊണ്ട് തന്നെയാണ് ഗാന്ധി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അത്തരത്തിലൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ ഈ പറയുന്ന ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയെടുക്കാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏതു വിധേനയും, ഒരു എക്സ്ട്രീം വാക്കാണ്, ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചൗരിചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ കത്തിക്കലും അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചൗരിചൗര സംഭവം കാരണം അത് നിർത്തിവെക്കുന്ന കാരണമായെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കിക്കേ. ഏതു വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൗരിചൗര സംഭവം നടന്നാൽ എന്താ, ഗാന്ധിജി സമരം മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നോ? കൊണ്ടുപോയാനെ. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അഹിംസയിലൂന്നി നിന്നുകൊണ്ട് സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഏത് വിധേനയും അല്ല. ഗാന്ധിജിയാണ് ചൗരിചൗര സംഭവം എന്താണ് എന്നൊക്കെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഏത് വിധേനയുമല്ല, അഹിംസയിലൂന്നി നിന്നുകൊണ്ട് സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നുണ്ട്, മൂന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് വെട്ടാം നമുക്ക്. ഉത്തരം ഉത്തരം എ ആണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എട്ടാമത്തെ ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് UN ലക്ഷ്യങ്ങളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഓൾമോസ്റ്റ് ഈ പറയുന്ന അന്താരാഷ്ട്ര സമാധാന സുരക്ഷ നിലനിർത്തുക തുടങ്ങി ഓൾമോസ്റ്റ് രണ്ട് രാജ്യങ്ങൾ സംബന്ധിച്ച് സുരക്ഷ, സമാധാനം, അതോടൊപ്പം മൗലിക അവകാശങ്ങൾ, മൗലിക സ്വാതന്ത്ര്യം, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇതിനകത്ത് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സംഘടനയാണ് UN. നമുക്കറിയാം UN ഫോർമേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UN ആസ്ഥാനം എവിടെയാണ് നമുക്കറിയാം. അമേരിക്ക കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന 17ഓളം സ്പെഷ്യലൈസ്ഡ് ഏജൻസികളും അല്ലാത്ത കുറെ ഏജൻസികളും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു സ്ഥാപനമാണ് UN എന്ന് പറയുന്നത്. UN കാര്യത്തിനകത്ത് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയെടുക്കണം. നമുക്ക് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കകത്തും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. UN ബന്ധപ്പെട്ട് UNDP-യുമായിട്ടും വേൾഡ് ബാങ്കുമായിട്ടും IMF-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 9ാമത്തെ ചോദ്യം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കുറച്ച് ഫാക്ച്വൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 1905 ഓക്കെ, ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ. നമുക്ക് ഈ സാധുജന പരിപാലന സഭ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് സ്ഥാപിക്കുന്നത് പൽപ്പു അല്ല, അയ്യങ്കാളിയാണ് എന്ന് കിട്ടുന്നവർക്ക് ഈ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഒരു ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിനകത്ത് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത് പൽപ്പു അല്ല, അയ്യങ്കാളിയാണ് എന്ന് കിട്ടുന്നവർക്ക് ഈ ഉത്തരം സിമ്പിൾ ആയിട്ട് ഈ ഉത്തരവിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിൽ കൃത്യം പരിശോധിച്ച് പോവുക. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം സ്ഥാപിച്ചു. കുമാരനാശാനാണ് സെക്രട്ടറി, ശ്രീനാരായണ ഗുരു ആണ് അതിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം കൃത്യമായിട്ടും. അടുത്ത പരീക്ഷയ്ക്ക് ആണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഈ ഓപ്ഷനിൽ നിന്ന് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 1908 യോഗക്ഷേമ സഭ പറഞ്ഞ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ആ പുസ്തകങ്ങളും കണ്ണീരും കിനാവും തുടങ്ങിയ പുസ്തകങ്ങളെ പറ്റിയൊക്കെ യോഗക്ഷേമ സഭ വന്നതുകൊണ്ട് തന്നെ ആ ബുക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. 1914 മന്നത്ത് പത്മനാഭന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുകളിലും കണ്ടു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം മന്നത്ത് പത്മനാഭനെ പറ്റിയും ഒരു സിംഗിൾ അലോൺ ചോദ്യം അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യതയുള്ളതാണ്. കൃത്യമായിട്ട് അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1857
ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം 57 കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സെഷനാണ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈ പേരടക്കം നമ്മൾ പറഞ്ഞു പോയതാണ്. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1857 ക്യൂൻസ് പ്രൊക്ലമേഷൻ, ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗുഡ് ഗവേൺസ് ഫോർ ഇന്ത്യ ആക്ട് എന്നൊക്കെ ആ പേരിട്ട് വിളിക്കുന്ന ആ ആക്ട് 57 കലാപത്തിന്റെ ഭാഗമായിട്ടാണ് 58 ആക്ട് പാസ്സാക്കപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതിന്റെ പേര് തന്നെ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നാണ്. അതുവരെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും കമ്പനി ഇനി മുതൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ അഫയേഴ്സിലൊന്നും ഇടപെടേണ്ട, ഇനി മുതൽ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടന്റെ ക്യൂൻ ഡയറക്റ്റ് ഭരണം നടത്താനെ കൊണ്ട് ക്യൂനിനെ ചുമതലപ്പെടുത്തുന്ന ആക്ട് കൂടിയാണ് 58 ആക്ട്. അത് വന്നത് 57 കലാപത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അപ്പം അതുവരെ ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, കോർട്ട് ഓഫ് കൺട്രോൾസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആണ്. അങ്ങനെ കോർട്ട് ഓഫ് കൺട്രോൾസിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അബോളിഷ് ചെയ്യുകയും ഗവർണറിനെ അല്ലെങ്കിൽ വൈസ്രോയി എന്നൊരു പോസ്റ്റ് പുതുതായി രൂപീകരിക്കുകയും വൈസ്രോയിയെ സഹായിക്കാനെ കൊണ്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു ഓഫീസ് സൃഷ്ടിക്കപ്പെടുന്നതും ഈ പറയുന്ന 1857 കലാപത്തിന്റെ ഭാഗമായി വരുന്ന 58 ആക്ടിനകത്താണ്. ഓക്കെ, ഇനി സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്കറിയാം കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ വരുന്നത് ആദ്യമായി വരുന്നത് 1909 മിന്റോ മോർലി റിഫോംസിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോർഡ് മിന്റോയെ എന്തെന്ന് വിളിക്കുന്നു, ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ നമ്മൾ ലോർഡ് മിന്റോയെ വിളിക്കുന്നുണ്ട്. 1909 മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരുന്നു. ഡയാക്കി വരുന്നത് 1919 മുണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഉത്തരം സി. ഓക്കെ, അടുത്ത ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, കുറച്ച് ഫാക്ച്വൽ ചോദ്യമാണ്. ഇതിനകത്ത് ഇതിന് ഉത്തരം വരുന്നത് ഇത് രണ്ടുമാണ് ശരി. ഓക്കെ, അപ്പം ആൻസർ ബി ആണ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഈ ഈ ഇനി വരുന്ന പരീക്ഷകൾക്കാണെങ്കിലും ഇത്തരത്തിൽ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നന്നായി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇത് നമ്മൾ ഫാക്ച്വലായി പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്ന ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഇ ഗവേണൻസ് വകുപ്പും ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയും ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു പ്ലാൻ തുടങ്ങുന്നതിനകത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 2 ആണ്. ഓക്കെ, 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യത്തിനകത്ത് നമ്മുടെ RTA ആക്ട് സെഷൻ 24 ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരം നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കുറച്ച് എക്സെപ്ഷൻസ് പഠിക്കുന്നതാണ്. കാരണം ചിലവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ചില സർട്ടൈൻ കേസസിനകത്ത് അവർ മസ്റ്റായിട്ട് ആ ഡീറ്റെയിൽ തന്നേ പറ്റൂ. നമുക്ക് ഇതിനകത്തൊന്ന് നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പൊ നമുക്ക് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ തരണ്ട എന്ന് തന്നെ RTA ആക്ടിൽ പറയുന്നുണ്ട്. പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ തരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഈ 2 ഓപ്ഷൻ നോക്കുക, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, നമുക്കിത് ലോജിക്കലായി എടുത്തുകൊണ്ട് ഈ അഭിമാനക്കൊലയും ഒരു ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം വരുന്നത് ഈ 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ്. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ഈ പറയുന്ന താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ബാധകമായി വരുന്നത് കറപ്ഷന്റെ കേസിലും ഈ പറയുന്ന മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കേസിലുമാണ് കൃത്യമായിട്ടും അവർ വിവരങ്ങൾ തരേണ്ട ഒരു സാഹചര്യം ഉള്ളത്. ഓക്കെ, അടുത്തത് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.
ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിലത് 85-ലാണ് ഇത് ഭരണ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി വരികയും ആയാറാം ഗയാറാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പം നിലവിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ആയാറാം ഗയാറാം എന്നൊരു ഒന്ന് രണ്ട് ഇൻസിഡൻസ് വരികയും അങ്ങനെ ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറയുന്ന പുതിയൊരു നിയമം കൊണ്ടുവരികയും അത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ചേർക്കുകയും ചെയ്തിട്ടുള്ള വർഷമാണ് 1985. ഓക്കെ, 52-ാം ഭേദഗതി നിയമമാണ്. പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ നമ്മൾ പഠിക്കാൻ എപ്പോഴും പറയുന്നതാണ്. പ്രധാനപ്പെട്ട 42nd, 44th, 52nd, 86, 73, 74 അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നീട് 10th ഷെഡ്യൂളിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെ, 10ാമത്തെ ഷെഡ്യൂൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്. 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിളായ ചോദ്യമാണ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അടുത്തത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, വകുപ്പ് വൽക്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് 4 പീസ് എന്തൊക്കെയാണ്. നമുക്ക് ഇതിനകത്ത് ഒന്നും അറിയാത്തവർക്ക് പോലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനിലേക്ക് ഒന്ന് പോവുക. ഉദ്ദേശം, സ്ഥാനക്കയറ്റം, പ്രക്രിയ, വ്യക്തികളും സ്ഥലങ്ങളും. ഇതിനകത്ത് നമുക്കൊരു നെഗറ്റീവല്ല, ഒരു നെഗറ്റീവായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന സ്ഥാനക്കയറ്റം എന്നതാണ്. നമുക്ക് ബാക്കി 3 നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ പറയുന്ന 1, 3, 4 ഉത്തരമായിട്ട് വരണം, അല്ലെങ്കിൽ 2 മാത്രം ഉത്തരമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2നെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ കഴിയും. ഉത്തരം സി ആണ്. സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വകുപ്പ് ഡിപ്പാർട്ട്മെന്റലൈസേഷന്റെ ഒരു അടിസ്ഥാനമായിട്ട് വരണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. സ്ഥാനക്കയറ്റമല്ല 4P'ക്കകത്തുള്ളത്. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലങ്ങളും തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, 25-ാമത്തെ ചോദ്യം കറണ്ട് അഫയർ ആണ്. ഇതിനകത്ത് ഉത്തരം വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ്. നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കാണെങ്കിലും ഇത്തരത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വർഷങ്ങളുടെ പ്രത്യേകത, ദിനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, ദിനങ്ങളുടെ പ്രമേയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഡിഗ്രി പ്രിലിംസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ടും അതൊക്കെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. 26-ാമത്തെ ചോദ്യം പൊളിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് 73-ാം ഭേദഗതി. 73-ാം ഭേദഗതി നമ്മൾ ജസ്റ്റ് മുമ്പ് സൂചിപ്പിച്ചതാണ്. 73-ാം ഭേദഗതി എന്ന് പറയുന്നത് നമുക്കറിയാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം തിരിച്ചറിയുക. അതായത് ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മൾ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ താഴെ തന്നിട്ടുള്ളതിൽ നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഓക്കെ, നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ഒന്നുകിൽ ഈ 4 സ്റ്റേറ്റുകളും ഒരുമിച്ച് വരും. കാരണം 4 സ്റ്റേറ്റുകളും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളുടെ 3 സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റും 1 സ്റ്റേറ്റിനെ നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കുന്ന സ്റ്റേറ്റുമാണ്. ഇപ്പം ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ട് ചില ആൻസർ കീക്കകത്ത് കിടക്കുന്ന കണ്ടു. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ആൻസർ കീക്കകത്ത് ജമ്മു കാശ്മീർ ഇല്ലാത്ത ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് ജമ്മു കാശ്മീർ അടക്കമുള്ള സ്റ്റേറ്റുകളുടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലെന്ന് അറിയില്ല. ഇപ്പൊ 370 ക്യാൻസൽ ചെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ പോലും ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ സ്റ്റേറ്റുകൾ നമുക്കറിയാവുന്നതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്. അവിടെ ഈ പറയുന്ന പെസ ആക്ട് പോലെയുള്ള പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ആക്ട് പോലെയുള്ള മറ്റു ചില നിയമങ്ങൾ കൂടിയുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരും നിലവിൽ ചില പ്രത്യേക അധികാരങ്ങൾ ആ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, 27-ാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്ത രണ്ട് ഡേറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സുകളിൽ നിരന്തരം പറയുന്നതാണ്. ഇത് പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. November 26, 1949. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി
ഈ പറയുന്ന പ്രിയാമ്പിളിനെ അംഗീകരിക്കുന്ന ദിവസം, നമ്മുടെ പ്രിയാമ്പിളിനല്ല കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്ന ദിവസം ഈ ഡേറ്റ് തന്നെയാണ് നമ്മൾ പ്രിയാമ്പിളിലും കൊടുത്തിട്ടുള്ളത്. നവംബർ 26, 1949. ഇത് നിലവിൽ വരുന്നത്, നടപ്പിലാക്കുന്നത് ജനുവരി 26, 1950. ആ ദിവസത്തെ നമ്മൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നു. ഉത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാണ്, അതായത് എമർജൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം 3 ടൈപ്പ് എമർജൻസി ആണുള്ളത്. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം, അതായത് പ്രസിഡൻഷ്യൽ രീതി എപ്പോഴാണ് എമർജൻസി കൊണ്ടുപോയി, സ്റ്റേറ്റ് എമർജൻസി എപ്പോഴാണ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആർട്ടിക്കിൾ 352 പറയുന്നത് നാഷണൽ എമർജൻസി ആണ്. ആർട്ടിക്കിൾ 360 പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഇത് ആർട്ടിക്കിൾ 356 ആണ് ഒരു സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂളിനെ പറ്റി പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 356. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. അപ്പൊ നമ്മൾ ഈ വാക്കുകൾ, ഈ മിനി റിവിഷൻ എന്ന വാക്ക് നമ്മൾ അധികം പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കാണ്. മിനി റിവിഷൻ എന്ന് പറയുമ്പോൾ പല ആളുകളും 44ാം ഭേദഗതി എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മിനി റിവിഷൻ എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി കുറെ കാര്യങ്ങൾ, ഒരുപാട് ആർട്ടിക്കിൾസിനകത്തും കുറെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അടക്കം ആഡ് ചെയ്ത അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. ആൻസർ 42nd അമെന്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പറയുക, ഇപ്പം ഏകദേശം 3 ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട അമെന്റ്മെന്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾ കൃത്യമായിട്ടും പഠിച്ചിട്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പഠിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് പിന്നീട് വന്ന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതിനു ശേഷം പിന്നീട് വന്നൊരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 17 ഗാന്ധിജി സിന്ദാബ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പാസാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ, കുറെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്, കുറെയൊക്കെ ഇൻഡയറക്റ്റ് ആണ്, കുറെയൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാൻ കഴിയാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഹിസ്റ്ററി, പൊളിറ്റിയുമായി ബന്ധപ്പെട്ട്, സിവിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും.